വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നൊരു സിനിമ കാണാൻ പോയി. അൺഎക്സ്പെക്റ്റഡ് അല്ല, സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് അറിയായിരുന്നു. പെട്ടെന്നൊരു എടുത്ത തീരുമാനം നന്നായി. സിനിമയുടെ പേര് റൈഫിൾ ക്ലബ്ബ്. ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത സിനിമ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊരു പടത്തിൻ്റെ ടാഗ്ലൈൻ കേട്ടിട്ടുണ്ട്. ഇത് അടിപ്പടമല്ല, വെടിപ്പടമാണ്. അതായത് അടിയില്ല വെടി മാത്രം എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ഫുള്ള് വെടിയാണ്. അതായത് മൊത്തം തോക്കും പരിപാടികളും ഒക്കെ ആയിട്ടുള്ള സംഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളെ ഇരുത്തി നമ്മളെ പൊരിച്ച് കളയും. അതാണ് ആ സിനിമ. ഫുള്ള് നമ്മളെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുക. അതായത് ആ സിനിമയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര മാസാണ്. ആരും അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ഒന്ന് ഇരുന്ന് പോകുന്നില്ല. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള സിനിമയാണ്. അതായത് വലിയൊരു റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. വിജയരാഘവൻ മുതൽ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ സുരേഷ് കൃഷ്ണ, പൊന്നമ്മ ബാബു, ദർശന രാജേന്ദ്രൻ, പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളത് ദിലീഷ് പോത്തൻ. അവറാൻ എന്ന് പറയുന്ന ഒരു ഭീകരമായ ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രശാന്ത് മുരളി, ജോഷിയച്ചൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറായിട്ട് പ്രശാന്ത് മുരളി. അങ്ങനെ നീണ്ട ഒരു നിരയാണ് ആ സിനിമയിൽ. ഫുള്ള് ഒരു രക്ഷയില്ല. പിന്നെ സുരഭി ലക്ഷ്മിയുടെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കംപ്ലീറ്റ് മാസാണ്. പിന്നെ മാസിൻ്റെ റാണി നമ്മുടെ വാണി വിശ്വനാഥ് ഇതിൽ ഒരു വൺ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും അങ്ങനെ നമുക്ക് ഏറ്റക്കുറച്ചൊന്നും പറയാനില്ല. എല്ലാവർക്കും ഈക്വലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിടുക്കനായിട്ടൊരു സിനിമ ചെയ്തു വെച്ചേക്കുവാണ് ആഷിഖ് കപൂർ. എനിക്ക് തോന്നുന്നു അതിൻ്റെ DOP ചെയ്തേക്കുന്നതും ആഷിഖ് കപൂർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ കണ്ടപ്പം അങ്ങനെ തോന്നി. പിന്നീട് പറയുകയാണെങ്കിൽ മ്യൂസിക് ചെയ്തേക്കുന്ന റെക്സ് വിജയനാണ്. എൻ്റെ ദൈവമേ, സിനിമ എനിക്ക് എന്താ പറയുക, നമ്മളെ ഇരുത്തി നമ്മളെ ഇങ്ങനെ ഈ പറയുന്ന ഈ ഗൂസ് ബംസ് വരിക എന്ന് പറയത്തില്ല, ഇങ്ങനെ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു അവസ്ഥയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ഉണ്ട് സിനിമ. നമ്മൾ ഒരു രീതിയിലും ബോറടിക്കത്തില്ല. കംപ്ലീറ്റ് പൊളപ്പനൊരു സാധനം എടുത്ത് വെച്ചേക്കുന്നത്. അതായത് നമ്മളെ ഇരുത്തി എന്താ പറയുന്നത്, നമ്മളെ ഇങ്ങനെ ശരിക്കും പറയാൻ നമ്മളെ നമുക്കൊന്ന് പേടിച്ച് പോകേണ്ട ഒരു സാഹചര്യം പോലും തരുന്നില്ല. കാരണം കംപ്ലീറ്റ് മാസമാണ്. നമ്മളൊരു റൈഫിൾ ക്ലബ്ബ്, അതായത് ആ ഒരു ക്ലബിലുള്ള ആളുകൾ, അതിൻ്റെ സെറ്റപ്പും ഒക്കെയാണ്. പിന്നെ ഇടയ്ക്ക് കുറച്ച് കാട്ടിലെ രംഗങ്ങൾ, വേട്ടയാടാൻ പോകുന്ന രംഗങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഭയങ്കര മാസ സാധനം തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. എന്തായാലും ആഷിഖ് കപൂറിൻ്റെ സിനിമകളിൽ ഒന്നാം നമ്പർ പടമാണ്. സോൾട്ട് ആൻഡ് പെപ്പർ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് അതിന് ശേഷം ഇതുപോലെ എൻ്റർടൈൻ ചെയ്തൊരു മൂവി ഇതാണ്. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ മൂവി ഗ്യാങ്സ്റ്റർ ഇതുപോലെ വല്ല ഹൈപ്പ് വന്നിട്ട് തകർന്ന് തരിപ്പണമായി പോയതാണ്. പക്ഷെ അതിൻ്റെ എല്ലാ ക്ഷീണം ഇങ്ങനെ ഒരു സിനിമ എടുത്തു വെച്ചിട്ട് ദിലീഷ് പോത്തിനെ അതിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ട് കൊണ്ടുവന്നിട്ട് കിടുക്കൻ ഒരു സാധനമാണ് എടുത്തു വെച്ചേക്കുന്നത്. എന്നാ പറയുന്നത്, പ്രായമുള്ളവർ മുതൽ യങ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഒരുപോലെ മാസ് കാണിച്ചൊരു സിനിമയാണ്. ഫുള്ള് വെടിവെപ്പാണ്. സത്യം പറഞ്ഞാൽ തോക്കും പരിപാടിയൊക്കെ ആയിട്ട്. വെടിവെപ്പ് എന്ന് പറയുമ്പോൾ വേറെ രീതിയിലൊന്നും കാണണ്ട, ഫുൾ തോക്ക് കൊണ്ടുള്ള വെടിവെപ്പാണ് വരുന്നത്. പിന്നെ വില്ലനായിട്ട് വരുന്ന അനുരാഗ് കശ്യപ് ഒരു രക്ഷയില്ല. അതിന് മുന്നേ ഒരു കിണ്ണ സാധനം വരുന്നുണ്ട്, നമ്മുടെ ഹനുമാൻ ഖാൻ്റെ സൂരജ്. ഹനുമാൻ ഖാൻ്റെ വരുന്നത് ഭയങ്കര മാസമാണ്. പുള്ളി ഒരു രക്ഷയില്ല. അനുരാഗ് കശ്യപിൻ്റെ മകനായിട്ടാണ് വരുന്നത്. മാസമായിട്ട് വരും, എന്നിട്ട് അവസാനം ഇതായിപ്പോവും. കാരണം അത്രയും ഭീകരമായ ഒരു സെറ്റപ്പാണ് റൈഫിൾ ക്ലബ്ബിലുള്ളത്. ആ ഒരു മെമ്പേഴ്സിൻ്റെ പവറാണ് അവിടെ കാണിക്കുന്നത്. ഹനുമാൻ ഖാൻ്റെ അതുപോലെ തന്നെ അനുരാഗ് കശ്യപൊക്കെ ആണെങ്കിലും ഭയങ്കര ഭീകരമായ മാസ് സെറ്റപ്പിലാണ് വില്ലന്മാരായിട്ടാണ് വരുന്നത്. കാരണം അവന്മാർ ഭയങ്കര ടെററായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഒരു രക്ഷയില്ല. എല്ലാം കൊണ്ടും കൊടുത്തേക്കുന്ന ബിൽഡപ്പിനുള്ള ഒരു സിനിമയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് എന്നാ പറയുന്നത്, നമുക്ക് ഒരു രീതിയിലും ലാഗടിക്കാതെ ആ 2 മണിക്കൂർ നമ്മളെ ത്രില്ല് ചെയ്യിക്കുന്ന ഒരു കിടുക്കൻ സിനിമയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന റൈഫിൾ ക്ലബ്ബ്. എന്തായാലും സിനിമ കാണാൻ ഒന്നും കൂടി തിയേറ്ററിൽ പോകുന്നുണ്ട്. ഒന്നുകൂടി കാണാനായിട്ട് എന്തോ മനസ്സുകൊണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി കാണാൻ പോകുന്നുണ്ട്. എന്തായാലും ആഷിഖ് കപൂറിൻ്റെ സൂപ്പർ സിനിമയാണ്. അതായത് തീക്കനം പടം എന്ന് പറഞ്ഞാൽ തീക്കനം പടം.